ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമേത്? ഇന്ത്യ. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ്. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമേത്? പ്ലാസി യുദ്ധം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതെവിടെ? ഉത്തർപ്രദേശിലെ മീററ്റിൽ. 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ആദ്യമായി വിശേഷിപ്പിച്ചതാര്? വി.ഡി. സവർക്കർ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആര്? വേലുത്തമ്പി ദളവ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന നേതാവ് ആര്? മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടതെന്ന്? 1949 നവംബർ 26. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഇന്ത്യക്കാരൻ ആര്? എം.എൻ. റോയ്. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആര്? പ്രേം ബിഹാരി റൈസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു? 3. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്? അരബിന്ദോ ഘോഷ്. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്ക് ഏതാണ്? സാൻ മരീനോ. ഏറ്റവും ചെറിയ റിപ്പബ്ലിക്ക് നൗറു. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാര്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവ് ആര്? പ്ലേറ്റോ. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? ഫ്രാൻസിൽ നിന്ന്. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? നവംബർ 26. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മെക്കാളെ പ്രഭു. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ
അംഗീകരിച്ചതെന്ന്? 1947 ജൂലൈ 22. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? നാഗാലാൻഡ്. ഇന്ത്യയിൽ അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതാര്? ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശ വനിത ആര്? നെല്ലി സെൻഗുപ്ത. പ്രസിഡൻ്റായ രണ്ടാമത്തെ വനിത സരോജിനി നായിഡു. പാർലമെൻറ്റ് പാസാക്കിയ 1955 ഇന്ത്യൻ പൗരത്വ നിയമമനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. എന്നാൽ എത്ര രീതിയിൽ തൻ്റെ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ: പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വാപഹാരം. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്ന്? 1931 മാർച്ച് 23. ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത്? 1905. ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യുവാനും വിചാരണ കൂടാതെ തടവിലിടാനുമുള്ള അധികാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് നിയമമനുസരിച്ചാണ്? റൗലറ്റ് ആക്ട്. രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാര്? തുളസീദാസ്. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത്? 21 ഗൺ സല്യൂട്ടുകൾ. മലബാർ ലഹള നടന്ന വർഷം ഏത്? 1921. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഏതു ദേശാഭിമാനിയുടെ വാക്കുകളാണ് ഇത്? ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? അഹമ്മദ് സുകാർണോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? മുണ്ടകോപനിഷത്ത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആര്? രാഷ്ട്രപതി. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? ആമുഖം. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച
നവോത്ഥാന നായകൻ ആര്? ഡോക്ടർ പൽപു. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഭാരതരത്നം. രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏത്? മലേഷ്യ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാനെടുക്കുന്ന സമയമെത്ര? 52 സെക്കൻഡ്. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാഷ്ട്രപതി ഭവനിൽ നിന്ന്. റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഗവർണർ. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏതാണ്? ആന. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതെന്താണ്? പത്രം, പ്രസ് ആൻഡ് മീഡിയ. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചതാര്? കെ മാധവൻ നായർ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജെയിംസ് മാഡിസൺ. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആര്? നന്ദലാൽ ബോസ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. 2024 റിപ്പബ്ലിക് ദിന ചടങ്ങിലെ മുഖ്യ അതിഥിയായി എത്തുന്നത് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ, അബ്ദുൽ ഫത്താഹ് അൽ സിസി, ജെയിംസ് ബോൾസനാരോ, ബറാക് ഒബാമ.